ഹലോ മക്കളെ, അവനമീസ് ആണ്. അപ്പോൾ ബേസിക് സയൻസിലെ സ്കൈ നിയർ അറ്റ് ഹാൻഡ് അല്ലെങ്കിൽ എന്താ കയ്യെത്തും ദൂരത്ത് ആകാശം എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു സമയം കൊണ്ട് നമ്മളിത് പഠിച്ചു തീർക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയാണ്. അതാണ് മിസ് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് അറിയാം, ഭൂമി അല്ലേ? ഇതാണ് നമ്മളെ ഭൂമി, ഇതാണ് നമ്മളെ എർത്ത് എങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ട്? അന്തരീക്ഷമുണ്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് എന്തുള്ളത്? ബഹിരാകാശമുള്ളത് അല്ലെങ്കിൽ നമ്മളെ സ്പേസ് ഉള്ളത്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ദ ഹണ്ടർ അല്ലേ? എന്താണ്? ഒരു നക്ഷത്ര ഘടമാണ് ദ ഹണ്ടർ, അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്നൊക്കെ മലയാളത്തിൽ പറയാം അല്ലേ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്താണ് ഈ ആളെ കാണാൻ പറ്റുക അല്ലെ? ഡിസംബർ മാസത്തിൽ ഡസ്ക് ആയിട്ടുള്ള ടൈമിലാണ് നമുക്ക് ഈ ഒരു ഹണ്ടറിനെ അല്ലെങ്കിൽ വേട്ടക്കാരനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ദിസ് ഈസ് ദ കൺസ്റ്റലേഷൻ ഇൻവിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ദി ഡസ്ക് ഇൻ ദ ഡിസംബർ അല്ലെ? ഡിസംബർ മാസത്തിലാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു ഇങ്ങനെയുള്ള കുറേ സ്റ്റാർ ആണ് അല്ലെ? ഈ ഒരു സ്റ്റാർസിനൊക്കെ യോജിപ്പിച്ച് വരച്ചപ്പോൾ ഒരു ഹണ്ടറിനെ അല്ലെങ്കിൽ വേട്ടക്കാരന്റെ ലുക്ക് ഉണ്ട് അല്ലെ? ഒരു വേട്ടക്കാരന്റെ രൂപം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹണ്ടർ അല്ലെങ്കിൽ എന്ത് വിളിക്കുക? വേട്ടക്കാരൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ആളാണ് നമ്മൾ സപ്തർഷി അല്ലെ? സപ്തർഷികൾ അല്ലെ? അതിനെ സപ്തർഷി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇത് 7 നക്ഷത്രമാണ് അല്ലെ? 7 നക്ഷത്രം മാത്രമുള്ള ഒരു കൺസ്റ്റലേഷൻ ആണ് അല്ലെങ്കിൽ നക്ഷത്രഗണമാണ്. അതുകൊണ്ടാണ് ഇതിനെ സപ്തർഷീസ് എന്ന് വിളിക്കാൻ കാരണം. വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് ദൂരദർശിനിയുടെ സഹായമില്ലാതെ, ടെലിസ്കോപ്പിന്റെ സഹായമില്ലാതെ ഇയാൾ എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നതാണ് നമ്മളെ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരെന്ത് വിളിക്കും? ഒരു വലിയ തവിയുടെ രൂപം അല്ലെങ്കിൽ വലിയ സ്പൂണിന്റെ രൂപം ഉള്ളതുകൊണ്ട് എന്ത് വിളിക്കും? അതിനെ ബിഗ് ഡിപ്പർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഓർത്ത് വെച്ചോളാം, എന്തായാലും ചോദിക്കട്ടോ. 1 വേർഡ് ആയിട്ട് വരെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മറക്കണ്ട, പ്രീ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 5 മക്കൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിപ്പോണ്ട് പ്രീ ബൂസ്റ്റർ ബാച്ച്. ഈ ഒരു ചെറിയ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. ഈ ഓഫർ നവംബർ 30 വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഫോം ഫില്ല് ചെയ്യുക, അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചോളാം. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ, നമ്മളെ എജുപോർട്ടിന്റെ ന്യൂ ബാച്ചിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ബാച്ചാണ്. ഇതിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്. ഓക്കെ, അതായത് നമുക്ക് നോട്ട്സ് കിട്ടും, ലൈവ് ലിങ്ക് കിട്ടും, അതുപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും, നോട്ട്സ് ഒക്കെ ഡെയിലി ഓരോ ലൈവിൻ്റെ ലിങ്കും അവിടെ എന്താണ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്നും പോയിട്ട് സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് കണ്ടാൽ മാത്രം മതി, അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് തികച്ചും ഫ്രീ ആണ്. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ലിങ്ക് ഉണ്ടാവും, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, വാട്സാപ്പിലേക്ക് പോകും, ജോയിൻ കൊടുക്കുക. ഓക്കെ, അത്രമാത്രം ചെയ്യേണ്ടി. ഇത് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. നെക്സ്റ്റ് വൺ ആണ്, നമുക്കറിയാം നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ സ്റ്റാർ വാച്ചിങ് ക്യാമ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 സോഫ്റ്റ്വെയർ ഏതാ നിങ്ങളോട് ചോദിക്കും. അതാണ് ഒന്നാമത്തെയാണ് കെ സ്റ്റാർ, അതുപോലെ തന്നെ സ്റ്റെലേറിയം കേട്ടോ. കെ സ്റ്റാറും സ്റ്റെലേറിയം നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനിയാണ് നമ്മൾ എന്ത് പോകുന്നത്? നമ്മൾ മൂണിലേക്ക്, അതായത് ചന്ദ്രനിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ മൂൺ ഇസ് എ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദി എർത്ത്, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഇതും ചിലപ്പം 1 വേർഡ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കും. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? അതാണ് ചന്ദ്രൻ. മറക്കണ്ട, ചോദിച്ചിരിക്കും. ഓക്കെ, അടുത്തയാണ് നമ്മൾ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കറിയാം നമ്മളെ ഭൂമി ഇവിടെയാണുള്ളത് അല്ലേ? ഭൂമി ഇങ്ങനെ സ്വയം ചുറ്റുന്നുണ്ട്. ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ചുറ്റുന്നുണ്ട്. പക്ഷെ ചന്ദ്രൻ വേറൊരു കഴിവ് കൊണ്ട് ചന്ദ്രൻ എന്ത് ചെയ്യും? സ്വയം ചുറ്റുകയും ചെയ്യും, ഇങ്ങനെ ഭൂമിനെ ചുറ്റുകയും ചെയ്യും അല്ലേ? അതാണ് ചന്ദ്രന്റെ ചുറ്റലിന് എന്ത് പറയും? നമുക്ക് റെവല്യൂഷൻ അല്ലെങ്കിൽ എന്ത് പറയും? പരിക്രമണം അല്ലെ? പരിക്രമണം എന്ന് പറയും. ഭൂമി സ്വയമായിട്ട് ചുറ്റുന്നതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് റൊട്ടേഷൻ അല്ലെ? റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്നും പറയാം. ഇത് മനസ്സിലാക്കി വെച്ചോട്ടോ. അതുപോലെ തന്നെ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്, സൂര്യനുണ്ട് അല്ലേ? കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം, നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മിന്നുന്നുണ്ട് അല്ലേ? സൂര്യനും തിളങ്ങുന്നുണ്ട്, ഇനിയിപ്പം ചന്ദ്രനും തിളങ്ങുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നക്ഷത്രങ്ങൾക്ക് എന്താണ്? സെൽഫായിട്ട് കത്താനുള്ള അല്ലെങ്കിൽ സെൽഫായിട്ട് ഈ ഒരു ലൂമിനസ് ആവാനുള്ള അല്ലെങ്കിൽ പ്രകാശിക്കാനുള്ള എന്തുണ്ട്? കഴിവ് നക്ഷത്രങ്ങൾക്കുണ്ട്. ഈ ഒരു സൂര്യൻ്റെ ഒക്കെ കഴിവുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്? തിളങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നക്ഷത്രങ്ങൾക്ക് എന്താണ്? സെൽഫായിട്ട് ആരും ഹെൽപ്പ് വേണ്ട, നക്ഷത്രങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തായാലും ജോലിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇനി അടുത്ത പോകുന്നത് സോളാർ സിസ്റ്റത്തിലേക്കാണ് അല്ലെങ്കിൽ സൗരയൂഥത്തിലേക്കാണ്. ഇവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മൾ എങ്ങനെ ആയാലും എന്ത് ചെയ്യണം? ഓരോ ആൾക്കാരെ പഠിക്കണം. ആരൊക്കെ ആദ്യം ഉണ്ടാവുക? ആരാദ്യം ഉള്ളത്? സണ്ണുണ്ട്. സണ്ണിന് ചുറ്റും മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ പ്ലൂട്ടോ എന്താണ്? ഔട്ടായ ആളാണ്. ഇത് കൂട്ടണ്ട അല്ലേ? നോക്കിക്കോ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത്രയും ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തായാലും ചിലപ്പോൾ ഓർഡറിൽ ചോദിക്കുന്നതായിരിക്കും, ഓർഡർ തെറ്റിച്ച് ചോദിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒന്നുമില്ലാണ്ട് നിങ്ങളോട് എഴുതാൻ പറയുന്നതായിരിക്കും. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ്
എന്താണ് സോളാർ സിസ്റ്റം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ വാട്ട് യു മീൻ ബൈ സോളാർ സിസ്റ്റം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടതാണ് ദ സോളാർ സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ് ദി സൺ, ദ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ, സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡി. അല്ലേ, അത് സൺ ഉണ്ടാവും, പ്ലാനറ്റ് ഉണ്ടാവും, കുറേ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടാവും. ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങളിലേക്ക് പോവാണ്. അതായത് മക്കളെ, നിങ്ങൾ ഡ്രോണിനൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താ ഈ ഡ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ മേലുള്ള ക്ലിപ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോണിനൊക്കെ പറത്തി വിടുന്നത്. അതുപോലെ തന്നെയാണ് ഈ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹം. ഇതെന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് എപ്പോഴും ചന്ദ്രനിലും ബഹിരാകാശത്തും പോകാൻ പറ്റുമോ? ഇല്ല. ഇതിനങ്ങ് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയുള്ള എല്ലാ ക്ലിപ്സും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് വരും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ടായത്. ഇനിയിപ്പോൾ നമ്മളോട് പറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഹെൽപ്പ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഗതി നിർണയം, ആശയവിനിമയം, വിദൂര സംവേദനം, അതുപോലെ തന്നെ ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, അതുപോലെ തന്നെ പ്രതിരോധം, അതായത് നേവിഗേഷൻ, സയന്റിഫിക് എക്സ്പെഡിഷൻ, ദ ഡിസ്കവറി ആൻഡ് ദ മാപ്പിംഗ് ഓഫ് റിസോഴ്സസ്, ദെൻ ഡിഫൻസ്, ദെൻ എന്താ റിമോട്ട് സെൻസിങ് ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേഷൻ. അല്ലേ, ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. എന്താണെന്ന് ചോദിച്ചിരിക്കും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ യൂസ് ഒക്കെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഓഫ് ഇന്ത്യയിലെ കുറച്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതും പഠിക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പഠിച്ചേ പറ്റും. ഇൻസാറ്റ് എന്തിനു വേണ്ടിയിട്ടാ? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. എജുസാറ്റ് എന്തിനു വേണ്ടിയിട്ടാ? എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ദെൻ IRNS എന്താണ്? നാവിഗേഷന് വേണ്ടിയിട്ടാണ്. കാർട്ടോസാറ്റ് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്. ദെൻ ആസ്ട്രോസാറ്റ് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ചിന് വേണ്ടിയിട്ടാണ്. GSAT 7 എമിസാറ്റ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇൻസാറ്റ് വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്, എജുസാറ്റിന് പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. IRNSS ഗതി നിർണയം അല്ലെങ്കിൽ നാവിഗേഷന് വേണ്ടിയിട്ടാണ്. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ആസ്ട്രോസാറ്റ് എന്താ? ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ടാണ്. ദെൻ GSAT ആൻഡ് എമിസാറ്റ് പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ഇത് പഠിച്ചു വെച്ചോളാം, ചോദിച്ചിരിക്കും. ഓക്കെ, ഇനിയാണ് വോയേജേഴ്സ് ടു ദി മൂൺ. നിങ്ങൾക്കറിയാം 3 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? മൂണിലേക്ക് പോയിട്ടുണ്ട്. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ്. അല്ലേ, അപ്പം നിങ്ങൾക്കറിയാം, നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ കുറച്ച് ആൾക്കാരെ നോക്കാൻ പോവാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൈക്കിൾ കോളിൻസ് എന്തായിരുന്നു? ആ പേടകം നിയന്ത്രിച്ച പൈലറ്റ് ആയിരുന്നു. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ബഹിരാകാശത്തേക്ക് നിയറിലേക്ക് എത്തിയിട്ടുള്ളത്. ദ ഡിസയർ ടു റീച്ച് ടു ദി മൂൺ, എർത്ത് നിയറസ്റ്റ് സെലസ്റ്റിയൽ ബോഡി വാസ് എ long standing aspiration of the humanity. The dream was realized on July 21, 1969. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജൂലൈ 21, 1969 ആണ് എന്ത് ചെയ്തത്? ഇവർ ശരിക്കും മൂണിലെത്തുന്നത്. അതായത് മുന്നേ ഉണ്ടായിരുന്നു ഒരു സ്വപ്നം, മൂണിലെത്തണം എന്ന്. ശരിക്കും ചന്ദ്രനിലെത്തുന്നത് എപ്പോഴാണ്? 1969 ജൂലൈ 21 ആണ് ചന്ദ്രനിലെത്തുന്നത്. ആരൊക്കെയായിരുന്നു? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് ആരായിരുന്നു? പൈലറ്റ് ആയിരുന്നു. അല്ലെ, ആ ഒരു വിമാനത്തിന്റെ റോക്കറ്റിന്റെ എന്തായിരുന്നു? പൈലറ്റ് ആയിരുന്നു. ആ ഒരു വാഹനത്തിന്റെ പൈലറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇനിയാണ് എന്താണ് സ്പേസ് വീക്ക് അല്ലെങ്കിൽ എന്താണ് ബഹിരാകാശ വാരം? ഇത് ഏത് തൊട്ടിട്ടാണെന്ന് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. October 4 to 10. ഇതെല്ലാ ക്വിസിലൊക്കെ ചോദിക്കുന്നത് കേട്ടോ. October 4 to 10 ആണ് എന്ത്? സ്പേസ് വീക്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻസ് ലൂണാർ മിഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെയാണ് ചന്ദ്രയാൻ 1. അല്ലേ, അതായത് മക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകം, അതായത് ചന്ദ്രയാൻ 1 is the first lunar exploration mission of our nation. അല്ലേ, അതായത് നമ്മളെ ചന്ദ്രയാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. അല്ലേ, ഇതാണ് ഫോട്ടോസ് ഉണ്ട്. ദെൻ ചന്ദ്രയാൻ 2 എന്താ? രണ്ടാമത്തെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ പദ്ധതി. അല്ലെ, ചന്ദ്രയാൻ 2 is ഇന്ത്യൻ സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ. ഓക്കെ, അടുത്താണ് ചന്ദ്രയാൻ 3. ഇത് കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം, അതായത് നമ്മളെ ചന്ദ്രയാന്റെ എന്തായിരിക്കും? ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോളിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇതിൽ ബാക്കിയും കൂടി പഠിക്കണം. മിസ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വായിച്ചു നോക്കാം, നോട്ട്സ് കിട്ടും, പഠിക്കാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് മിഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് മംഗൾയാൻ മാർസ് എക്സ്പെഡിഷന് വേണ്ടിയിട്ടാണ്. ആദിത്യ L1 സോളാർ എക്സ്പെഡിഷന് വേണ്ടിയിട്ടാണ്. ഗഗൻയാൻ ദെൻ സ്പേസ് എക്സ്പെഡിഷന് വേണ്ടിയിട്ടാണ്. അല്ലേ, അതായത് മംഗൾയാൻ ചൊവ്വ പര്യവേഷണം, ആദിത്യ L1 എന്താ? സൗര പര്യവേഷണം, ദെൻ ഗഗൻയാൻ എന്താണ്? ബഹിരാകാശ പര്യവേഷണം. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. പക്ഷേ ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജസ്റ്റ് ഒരു ഓവറോൾ മിസ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് നോട്ട്
ഡൗട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എക്സാമിന് A+ കിട്ടും എന്നല്ല മിസ് പറയുന്നത്. ഇത്രയും പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ പോയിന്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മിസ്സിന്റെ പേര് അറിയെങ്കിൽ പേര് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മൈലീസ് തരിക കേട്ടോ. അപ്പോൾ മിസ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും, സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ബൈ.